1968 ഡിസംബർ 10 ടോക്കിയോ നഗരം തണുത്തുവിറങ്ങലിച്ച ഒരു പ്രഭാതം. നിഹോൺ ഷിൻപാൻ ബാങ്കിന്റെ ജീവനക്കാർ 300 മില്യൺ ഇന്നത്തെ മൂല്യമനുസരിച്ച് ഏകദേശം 8.5 കോടി രൂപ നിറച്ചൊരു വാഹനം ഓടിച്ചു പോകുകയായിരുന്നു. ജീവനക്കാർക്ക് ബോണസ് നൽകാനായി കൊണ്ടുപോവുകയായിരുന്നു ആ പണം. പെട്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച ഒരാൾ അവരുടെ വാഹനം തടഞ്ഞു നിർത്തി. "നിങ്ങളുടെ വാഹനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്," അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. ജീവനക്കാർ ഭയന്ന് വിറച്ചു. അയാൾ വാഹനം പരിശോധിക്കുന്നതിനിടെ അതിവേഗം പണം മോഷ്ടിച്ചു. നിമിഷങ്ങൾക്കകം ആ കവർച്ചക്കാരൻ ഒരു നിഴൽ പോലെ അപ്രത്യക്ഷനായി. ഈ കവർച്ച ജപ്പാനിൽ വലിയ വാർത്താപ്രാധാന്യം നേടി. പോലീസുകാർ കവർച്ചക്കാരനെ പിടികൂടാൻ രാവും പകലും അന്വേഷണം നടത്തി. പക്ഷേ അവർക്ക് ഒരു തുമ്പും കണ്ടെത്താനായില്ല. കവർച്ചക്കാരനെക്കുറിച്ചോ മോഷ്ടിച്ച പണത്തെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ ഈ കവർച്ചയുടെ രഹസ്യം ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു. കവർച്ചക്കാരൻ ആരായിരുന്നു? എവിടെയാണ് അയാൾ ഒളിച്ചിരിക്കുന്നത്? ആ പണം അയാൾ എന്തു ചെയ്തു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാതെ ഈ കഥ ഒരു ദുരൂഹതയായി തുടരുന്നു. ഈ കവർച്ച ജപ്പാനിലെ ഒരു ജനപ്രിയ കഥയായി മാറി. നിരവധി പുസ്തകങ്ങളും സിനിമകളും ഈ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ദുരൂഹത ഇന്നും ആളുകളെ ആകർഷിക്കുന്നു.